നമസ്കാരം കേട്ടാ. അങ്ങനെ നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്ത കേരളമായി മാറിക്കഴിഞ്ഞു. അതിനർത്ഥം കേരളത്തിലുള്ള എല്ലാവരും സമ്പന്നരായി എന്ന് തന്നെയല്ലേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ പിണറായി സർക്കാർ ദാരിദ്ര്യമുക്ത കേരളമായി, വെറും ദാരിദ്ര്യമുക്തമല്ല, അതിദാരിദ്ര്യമുക്ത കേരളമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇത് ശ്രീമാൻ പിണറായി സഖാവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ 6,68,868 മഞ്ഞ കാർഡുകൾ, മഞ്ഞ നിറത്തിലുള്ള കാർഡുകൾ, അത് അതിദരിദ്രർക്കുള്ളതാണ്. അന്നപൂർണ അന്ത്യയോജന എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 35 കിലോ അരി ഒരു റേഷൻ കാർഡ് ഒന്നിന്, അത് അതിദരിദ്രർക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കാർഡ് എങ്ങനെ നിലനിൽക്കും? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞ അതിദരിദ്ര നിർമ്മാർജ്ജനം എന്നുള്ള ഒരു സംഭവമായിട്ട് അങ്ങോട്ട് യോജിച്ചു പോകുന്നില്ല. അതെന്താ കാരണം? വെറുതെ പേരെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? അതിദരിദ്രരില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ രാഷ്ട്രീയത്തിൽ വന്ന് കോടികൾ സമ്പാദിച്ച് നിങ്ങളുടെ കണ്ണ് മഞ്ഞളിച്ചപ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ടവരെല്ലാം തന്നെ അതിസമ്പന്നരാണെന്ന് തോന്നിയെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. കാരണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചും നിങ്ങളുടെ വളർച്ചയെക്കുറിച്ചും മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചത്. ഇനി വേറൊരു കുഴപ്പവുമുണ്ട്. മുമ്പ് മണ്ണെണ്ണ നമുക്ക് എല്ലാ മാസവും കിട്ടുമായിരുന്നു. ഇപ്പോഴോ 2 മാസത്തിലൊരിക്കലാണ് കിട്ടുന്നത്, അതും 1 ലിറ്റർ. അതിനിപ്പോൾ അടുത്തിടെയായിട്ട് ഈ നമ്മുടെ പിണറായി സർക്കാർ വന്നിട്ട് 4 രൂപ കൂട്ടി, 4 രൂപയോ മറ്റോ കൂട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് പഴയ സ്റ്റോക്കിലിരുന്ന മണ്ണെണ്ണയാണ്. പഴയ സ്റ്റോക്കിലിരുന്ന മണ്ണെണ്ണ ആ വിലയ്ക്ക് കൊടുക്കാം. എന്നിട്ടാണ് വീണ്ടും 4 രൂപ കൂട്ടിയത്. അപ്പോൾ ആ മണ്ണെണ്ണ എന്തുകൊണ്ട് 2 മാസം കൂടുമ്പോൾ മാത്രം ഒരിക്കലാക്കി എന്നുള്ളതിന് അതിൻ്റെ ഉത്തരവാദി നമ്മുടെ കേരള സർക്കാർ തന്നെയാണ്. അതെങ്ങനെയാണെന്നല്ലേ? സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാക്കി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? പിന്നെ സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ച ഒരു സംസ്ഥാനത്തിന് മണ്ണെണ്ണയുടെ ആവശ്യമില്ല, സ്വാഭാവികം. അപ്പോൾ എന്ത് ചെയ്തു? മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറച്ചു. ഇതിനാരാണ് ഉത്തരവാദി? അതുപോലെ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നുള്ള ഈ വീമ്പ് പറച്ചിൽ. ഇനി ബസ്സുകളിലെല്ലാം, റേഡിയോയിലെല്ലാം, ടിവികളിലെല്ലാം തന്നെ, ചാനലുകളിലെല്ലാം തന്നെ പരസ്യം ചെയ്യുകയാണ്. എന്താണ്? പവർ കട്ടില്ലാത്ത സംസ്ഥാനം. ഈ പവർ കട്ട് ഇല്ലാതായത് എങ്ങനെയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറിയാവുന്നവർക്കതറിയാം. പണ്ട് കൂടംകുളം ആണവ നിലയം ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്തവരാണ് നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷം. അന്ന് അതിനെ തടയാൻ വേണ്ടിയിട്ടും തടയിടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ച് അവിടെ ചെന്നു സമരത്തിന്. എന്നിട്ട് എന്താ ഉണ്ടായത്? അതങ്ങ് പൊളിഞ്ഞു. കൂടംകുളം ആണവ നിലയം അവിടെ ഉയരുകയും ചെയ്തു. അവിടെ നിന്നാണ് കേരളത്തിന് 66 മെഗാവാട്ട് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വലിയ വായിലങ്ങ് പറയുകയാണ് പവർ കട്ടില്ലാത്ത സംസ്ഥാനം. എന്നിട്ടോ കറണ്ട് ചാർജ് എത്ര തവണയാണ് നിങ്ങൾ കൂട്ടിയത്? എത്ര തവണയാണ് നിങ്ങൾ കൂട്ടിയത്? ഇനി ഈ പറയുന്ന ഞാനും റേഷനരി തന്നെയാണ് കഴിക്കുന്നത്. ഞാനും അന്നപൂർണ അന്ത്യയോജനയിൽപ്പെട്ട റേഷൻ കാർഡുള്ളവനാണ്. ഞാൻ ഈ വണ്ടി കൂലിക്കാണ് ഓടിക്കുന്നത്. ഡെയിലി വാടക 1000 രൂപ കൊടുക്കണം. ഓടിയാലും, നമ്മൾ വണ്ടി ഓടിയില്ലെങ്കിലും
1000 രൂപ കൊടുക്കണം. എനിക്ക് കിട്ടുന്ന റേഷൻ അരി മാസം തോറും 35 കിലോ അരി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റി എന്ന് ഇവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചു എന്നറിയുമ്പോൾ ഇനി കേന്ദ്രം ഇതിൻ്റെ മേൽ അന്നപൂർണ അന്ത്യയോജന AY കാർഡുകൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്നെ പോലെയുള്ള 6,08,868 കുടുംബങ്ങൾ വഴിയാധാരം. ഞങ്ങളെവിടെ പോകും? ഞങ്ങൾ എന്ത് കഴിക്കും? ഞങ്ങൾ ആര് സഹായിക്കും? ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ ഭിക്ഷാപാത്രത്തിലാണ് നിങ്ങൾ മണ്ണ് വാരിയിട്ടത്.